ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ ഒരു വാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പർ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യങ്ങൾ മാത്രം വായിച്ച് ആൻസർ പറയുകയാണ്. പാഠഭാഗത്തു നിന്നുള്ള കൂടുതലായിട്ടുള്ള വിഷയങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ആ വീഡിയോൻ്റെ ലിങ്കൊക്കെ ലഭിക്കാനും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പ്ലേലിസ്റ്റ് ലിങ്ക് അയച്ചുതരാം. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ചോദ്യം ഒന്ന് വന്നത്? എന്താണ്? കോളത്ത് ശരി അടയാളപ്പെടുത്തണം. പാവങ്ങളുടെ ഹജ്ജാണെന്ത്? ജുമുഅ. പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. തറാവീഹ് നിസ്കാരം 20 റക്അത്ത്. തറാവീഹ് നിസ്കാരം 20 റക്അത്ത്. ശേഷം ഹുതുബ ഓതേണ്ട നിസ്കാരം പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷമാണ് ഹുതുബ. പ്രത്യേക സമയമില്ലാത്ത നിസ്കാരം ഏതാണ്? തസ്ബീഹ് നിസ്കാരം. അതിന് പ്രത്യേക സമയമില്ല. അടുത്തതാ റവാത്തിബ് നിസ്കാരം. 22 റക്അത്താണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പം അത് 22 റക്അത്താണ്. അതിൽ മുഅക്കദായത് 10 റക്അത്താണ്. ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ്? അബ്ആൽ സുന്നത്താണ്. ഒന്നാമത്തെ അത്തഹിയാത്ത് അബ്ആൽ സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ അബ്ആൽ സുന്നത്താണ് ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ. അടുത്തത് ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? മീസാനിനെ നിറക്കുന്ന ദിക്ർ. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ മീസാനിനെ നിറക്കും. അപ്പോൾ അതിൻ്റെ സിയേതാ. നിസ്കാര ശേഷം 10 പ്രാവശ്യം പറയണം. എന്താണ് 10 പ്രാവശ്യം പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 10 പ്രാവശ്യം പറയണം. അടുത്തത് മഗ്‌രിബിന് ശേഷം 7 പ്രാവശ്യം പറയണം. എന്താണ്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഇത് മഗ്‌രിബിനും സുബ്ഹിക്കും ശേഷം 7 പ്രാവശ്യം പറയണം. അപ്പോൾ ഇവിടെ എന്നത് നമുക്ക് എഴുതാം. അടുത്തത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വിളിക്കണം. എന്താണ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വിളിക്കേണ്ടത്? അസ്സലാത്തു ജാമിയ എന്ന് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വിളിച്ചു പറയണം. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്തതാ നിസ്കാര ശേഷം 3 തവണ പറയണം. നിസ്കാര ശേഷം 3 തവണ പറയണം. എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ. അപ്പം അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ നമ്മൾ ഫിഖ്ഹിലെ 1ാമത്തെ ചാപ്റ്ററിൽ 33 തവണ പറയുന്നതും 1 തവണ പറയുന്നതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പറയുക, പഠിക്കാം. ഓക്കെ. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ ഡാഷിൻ്റെ സുന്നത്താണ്. എന്താണ്? നോമ്പിൻ്റെ സുന്നത്താണ്. പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ നോമ്പിൻ്റെ സുന്നത്താണ്. അടുത്തത് വെള്ളിയാഴ്ച രാപ്പകലുകളിൽ കഹ്ഫ് സൂറത്ത് പാരായണം വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ ഡാഷ് സൂറത്ത് പാരായണം വർദ്ധിപ്പിക്കണം. ഏത് സൂറത്താണ്? സൂറത്തുൽ കഹ്ഫ്. എന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്തും കൂടുതലായി ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ സൂറത്തുൽ കഹ്ഫ് സൂറത്ത് പാരായണം വർദ്ധിപ്പിക്കണം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം ഉണ്ടാവണം. 3 മുഴത്തിലധികം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതാം. അടുത്തത് വിത്ർ നിസ്കാരം ഡാഷിൽ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ് റമളാനിൽ. വിത്ർ നിസ്കാരം റമളാനിൽ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. അടുത്തത് സൂര്യോദയം മുതൽ ഡാഷ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. എപ്പോഴാണ്? സൂര്യോദയം മുതൽ ളുഹ്ർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അതെഴുതാം. ളുഹ്ർ വരെ. ഗ്രഹണ നിസ്കാരം ഡാഷ് റക്അത്താണ്.
ഗ്രഹണ നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത്. ഗ്രഹണ നിസ്കാരം 2 റക്അത്താണ്. അപ്പോൾ അതുപോലെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഒരു ചാർട്ട് തന്നെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയാലാണ് സമയവും എത്ര റക്അത്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. എന്താണ്? സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം ഏതാണ്? റമളാൻ മാസം. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ എത്ര? 10 റക്അത്താണ്. നിസ്കാരത്തിൽ ഒരാൾ ചായ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ചായ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ്? ഖുർആനോ ദിക്റോ വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിസ്കാരം ബാത്തിലാകും. അടുത്തത്, നിസ്കാരത്തിൽ സൂറത്ത് ഓതാൻ മറന്നാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യണോ? എന്താണ്? ചെയ്യണ്ട. അപ്പോൾ സഹവിൻ്റെ സുജൂദ് അബ്വാദ് സുന്നത്തുകൾക്കാണ്. അപ്പോൾ ഇവിടെ സൂറത്ത് ഓതൽ അബ്വാദ് സുന്നത്തിൽ പെട്ടതല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് ചൊല്ലണം എത്ര തവണ? 33 തവണ. നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ അത് 33 തവണ ചൊല്ലണം. അടുത്തത്, നോമ്പിൻ്റെ ഫർളുകൾ എത്ര? നോമ്പിൻ്റെ ഫർളുകൾ 2. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. അടുത്തതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? വെള്ളിയാഴ്ച ആദ്യ സമയത്ത് മസ്ജിദിൽ എത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരുന്നു? ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് ആദ്യം മസ്ജിദിലെത്തുന്നവർക്ക്. വെള്ളിയാഴ്ച പ്രഭാതം മുതൽ ഇമാമ ഹുത്തുബക്ക് മിമ്പറയിൽ കയറുന്നത് വരെ സമയത്തെ 6 ആയി ഭാഗിച്ചുകൊണ്ട് അതിന് ഓരോ സമയത്തിനും പ്രത്യേക പ്രതിഫലമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സമയത്ത് എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്തതും, രണ്ടാമത്തെ സമയത്തിലെത്തുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, മൂന്നാമതെത്തുന്നവർക്ക് ആടിനെ അറുത്ത ദാനം ചെയ്യുന്ന പ്രതിഫലവും, നാലാമതെത്തുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്യുന്നതും, അഞ്ചാമതെത്തുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്യുന്ന പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ സമയത്ത് വരുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അടുത്തത്, ഇമാമിൻ്റെ പിറകിൽ ഒരാൾ മാത്രമാണെങ്കിൽ എങ്ങനെ നിൽക്കണം? ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക. അല്പം പിറകിലായിട്ട് വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. പിന്നീടെത്തുന്നവർ ഇടതുഭാഗത്തും നിൽക്കുക. ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സഫായിട്ട് ഇറങ്ങണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത്, തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം. തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? റമളാനിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെ തറാവീഹ് നിസ്കരിക്കാം. റമളാനിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെയാണ് തറാവീഹിൻ്റെ സമയം. മനസ്സിലാക്കുക. അടുത്തതാ, പെരുന്നാളിന് സന്തോഷം പങ്കിടണം. എങ്ങനെയാണ് പെരുന്നാളിന് സന്തോഷം പങ്കിടേണ്ടത്? നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചും സന്തോഷം പങ്കിടണം. നല്ല വസ്ത്രം ധരിച്ചും നല്ല ഭക്ഷണം കഴിച്ചും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചും നമ്മൾ സന്തോഷം പങ്കിടണം. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ഷക്കൂറ. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. കൂടുതൽ നിസ്കരിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വന്നു. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിന് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അങ്ങ് പാപസുരക്ഷിതരല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ എന്ന്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ എഴുതാ? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു,
അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അങ്ങ് പാപസുരക്ഷിതരല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. അഫലാ കൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലയോ എന്ന്. അടുത്തത്, സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയമേത്? സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ടാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത്, മഗ്‌രിബ് നിസ്കാര ശേഷം 10 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ. മഗ്‌രിബ് നിസ്കാര ശേഷം 10 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലണം. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെയും സുബ്ഹി നിസ്കാരത്തിൻ്റെയും ശേഷം 10 തവണ. അപ്പോൾ ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെതാണ് ചോദിച്ചത്, അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ 7 തവണ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അത് 7 പ്രാവശ്യവും മഗ്‌രിബിൻ്റെയും സുബ്ഹിൻ്റെയും ശേഷം. മനസ്സിലാക്കാം. പിന്നെന്താണ് ഇവിടെ 5 വരിയെ കുറയാതെ എഴുതാൻ വന്നത്? ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. ജമാഅത്തിനെ കുറിച്ച് എഴുതണം. എന്തൊക്കെ എഴുതാം ജമാഅത്തിനെ കുറിച്ചിട്ട്? ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാ ജമാഅത്തിനും പങ്കെടുക്കാൻ കഴിയുന്നത് മുഅ്മിനിന് വലിയ ഭാഗ്യമാണ്. ആദ്യ സഫിൽ നിൽക്കുക, അത് തന്നെ ഇമാമിൻ്റെ നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവർക്ക് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് ഷർത്തുകളും അദബുകളും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങളെ 7ാമത്തെ പാഠത്തിലാണ് അത് പറയുന്നത്. നന്നായി മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നോമ്പിൻ്റെ സുന്നത്തുകൾ. നോമ്പിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? അനാവശ്യമായ സംസാരങ്ങളും കളികളും ഒഴിവാക്കി ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കണം. ഇഅ്തികാഫ് നിർവഹിക്കൽ, പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ, ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ, അത്താഴം കഴിക്കൽ, സമയമായ ഉടനെ നോമ്പ് തുറക്കൽ, ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കൽ, നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക്കസുംത വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ല. ഇതൊക്കെ നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇതുപോലെ ഓരോ പാഠത്തിൽ നിന്നും 5 വരിയിൽ കുറയാതെ ജമാഅത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും, അതുപോലെ ജുമുഅയുടേത്, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ട്, ജമാഅത്ത് സുന്നത്തുള്ളതും ജമാഅത്ത് സുന്നത്തില്ലാത്തതും ഒക്കെ നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അബ്ആൽ സുന്നത്തുകൾ, അതൊക്കെ ഓരോ പാഠത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്നാലാണ് നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയുള്ളൂ. പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നാൽ മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിൽ വന്ന ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. നമുക്ക് പല ചോദ്യപേപ്പറിലും പല രീതിയിലാണ് ഒരേ ചോദ്യങ്ങൾ തന്നെ വരുന്നത്. അതൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.